പശ്ചിമേഷ്യൻ സാഹചര്യങ്ങൾ 39ാം ദിവസത്തിലേക്ക് കടക്കുന്ന ഈ ഒരു വേളയിൽ എല്ലാ കണ്ണുകളും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ് കോൺഫറൻസിലേക്കായിരുന്നു, വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ടായിരുന്നു. ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ ആയിട്ടുള്ള ട്രൂത്തിലൂടെ നടത്തിയ ഭീഷണി, അന്ത്യശാസന കാലാവധി ബുധനാഴ്ച വെളുപ്പിനെയാണ് അവസാനിക്കുന്നത്. അതിലുപയോഗിച്ച ഭാഷകളെ കുറിച്ചൊക്കെ ഇതിനകം വലിയ രീതിയിലുള്ള ചർച്ചകൾ വന്നതാണ്. അതിരൂക്ഷമായിട്ടുള്ള ഒരു ഭീഷണിയാണ്, മുന്നറിയിപ്പാണ് ഇറാന് ട്രംപ് നൽകിയത്. അപ്പോൾ ആ ഒരു സമയപരിധി അവസാനിക്കുന്നത് UAE സമയം എടുത്തു നോക്കുമ്പോൾ ബുധനാഴ്ച രാവിലെയാണ്, പുലർച്ചെയാണ്. അപ്പൊ അതിനു മുൻപാണ് ഈ വാർത്താ സമ്മേളനം നടന്നത്. ഇതിൽ എന്താണ് ട്രംപ് നേരിട്ട് മാധ്യമങ്ങളോട് പറയുന്നത് എന്നറിയാൻ ഏവരും വളരെ ആകാംക്ഷയോടെയാണ് കാത്തിരുന്നത്. ഇതിൽ തന്റെ ഭീഷണി അദ്ദേഹം ആവർത്തിക്കുന്നതാണ് നമ്മൾ പ്രധാനമായിട്ടും കണ്ടത്. ഇറാൻ കൃത്യമായി ഈ സമയപരിധിക്കുള്ളിൽ കീഴടങ്ങിയില്ലെങ്കിൽ ഇറാനിലെ പാലങ്ങളും പവർ പ്ലാന്റുകളും എന്ന് വേണ്ട ഒരു 4 മണിക്കൂർ കൊണ്ട് അമേരിക്കയ്ക്ക് തകർക്കാനുള്ളതേ ഉള്ളൂ ഇറാനിലെ ഈ സംവിധാനങ്ങളെല്ലാം എന്നാണ് ട്രംപ് വീണ്ടും ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഇതേ വാർത്താ സമ്മേളനത്തിൽ സഖ്യകക്ഷികളെ ജപ്പാൻ, ദക്ഷിണ കൊറിയ, ഓസ്ട്രേലിയ, നാറ്റോ ഇവരെ എല്ലാവരെയും അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നതും നമ്മൾ കണ്ടു. ഇവരാരും അമേരിക്കയെ ഈ ഒരു കൃത്യമായ ഒരു ഘട്ടത്തിൽ സഹായിച്ചില്ല. ഉത്തര കൊറിയയിൽ നിന്നും ഉള്ള ആക്രമണങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി പതിനായിരക്കണക്കിന് സൈനികരാണ് ഓസ്ട്രേലിയയിലും ജപ്പാനിലും ഒക്കെ ഇപ്പോഴുള്ളത്, ദക്ഷിണ കൊറിയയിലും ഒക്കെ ആയിട്ടുള്ളത്. എന്നിരുന്നാലും ഇവരാരും കൃത്യസമയത്ത് അമേരിക്കയ്ക്ക് അനുകൂലമായിട്ടുള്ള നിലപാടെടുത്തില്ല ഇറാൻ യുദ്ധ കാര്യത്തിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നാറ്റോയെ പേപ്പർ ടൈഗർ എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്നതും നമ്മൾ ഈ പ്രസ് കോൺഫറൻസിൽ കാണുകയുണ്ടായി. കഴിഞ്ഞ ദിവസം ഇറാനിൽ നിന്നും ഒരു സൈനികനെ അതിസാഹസികമായി രക്ഷിച്ചതിനെ വളരെ അഭിമാനപൂർവ്വം ട്രംപ് ഈ വാർത്താ സമ്മേളനത്തിൽ പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. അതേസമയം ഇത് ഔദ്യോഗികമായി എങ്ങനെയാണ് ഈ സൈനികനെ രക്ഷപ്പെടുത്തിയത് എന്നുള്ള ഒരു കാര്യം പുറത്തുവിടുന്നതിന് മുൻപ് അത് റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകനെ ആ പ്രസ് കോൺഫറൻസിൽ വെച്ച് ഡയറക്ട്ലി ശാസിക്കുന്നതും നമ്മൾ കണ്ടു. ഉത്തരവാദിത്വം ഇല്ലാതെയാണ് ഇത് ചെയ്തത്, നിങ്ങളുടെ സോഴ്സുകൾ വെളിപ്പെടുത്തണം, ഇല്ലാത്ത പക്ഷം നിങ്ങളെ തടവിലിടും എന്ന് ഭീഷണിപ്പെടുത്തുന്നതും ട്രംപിന്റെ വാർത്താ സമ്മേളനത്തിൽ കണ്ടു. എന്തായാലും ഒരു തരത്തിലുള്ള അയവിനും ട്രംപ് തയ്യാറല്ല. ട്രംപിന്റെ അന്ത്യശാസന പരിധിക്കുള്ളിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു എന്നാണ് ഈ വാർത്താ സമ്മേളനത്തിലൂടെ മൊത്തത്തിൽ ആളുകൾക്ക് മനസ്സിലായത്. ട്രംപ് തന്റെ നിലപാടുകളിൽ വിട്ടുവീഴ്ചകൾ ഒന്നും വരുത്തിയിട്ടില്ല, സ്വരം രമ്യമാക്കിയിട്ടില്ല എന്നുള്ളതാണ്. പാകിസ്ഥാൻ മധ്യസ്ഥതയിലുള്ള 45 ദിവസത്തെ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ട്രംപ് പറയുന്നത് ഗൗരവമുള്ള ഒരു പ്രപ്പോസലാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്, പക്ഷേ തൃപ്തികരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തള്ളിക്കളയുകയാണ് ട്രംപ് ചെയ്തിരിക്കുന്നത്. ഇതിനിടെ ഈ ട്രംപിന്റെ പ്രസ് കോൺഫറൻസ് കഴിഞ്ഞതോടെ കാര്യങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള ഒരു കാര്യത്തിൽ ഏകദേശം ഒരു ധാരണയായി കഴിഞ്ഞു. ഇതിനിടെ ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ ട്രംപിന് 20 മണിക്കൂർ അന്ത്യശാസന നൽകിയിരിക്കുകയാണ്. അങ്ങനെയാണ് മറുപടി നൽകിയിരിക്കുന്നത്. 20 മണിക്കൂറിനകം ട്രംപ് കീഴടങ്ങിയില്ലെങ്കിൽ, അല്ലെങ്കിൽ അമേരിക്കയും ഇസ്രയേലും കീഴടങ്ങിയില്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള ആക്രമണം ഇറാൻ നടത്തും എന്നാണ് ഇറാന്റെ പാർലമെന്റ് സ്പീക്കറിനെ ഉദ്ധരിച്ചുകൊണ്ടുള്ള ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഇനി ഇസ്രയേലി ആർമി ഇറാനിയൻ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു മുന്നറിയിപ്പ്, നിങ്ങൾ ഈ ചൊവ്വാഴ്ച രാത്രി 9 മണി വരെ ഇറാനിലെ ട്രെയിനുകൾ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ഇനി റെയിൽ പാളങ്ങൾക്കരികിലേക്ക് വരികയോ ചെയ്യരുത് സുരക്ഷാപരമായിട്ടുള്ള കാരണങ്ങളാൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ സുരക്ഷ നിങ്ങൾ നോക്കണം, ട്രെയിനുകളിൽ സഞ്ചരിക്കരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതും നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇതിനിടെ സൗദി അറേബ്യയും ബഹ്റൈനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പാലം കിങ് ഫഹദ് കോസ്വേ ഉണ്ടല്ലോ, അത് താൽക്കാലികമായി അടച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു. ഇപ്പോൾ ആ പാലം തുറന്നു കൊടുത്തതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. 25 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ വളരെ പ്രധാനപ്പെട്ട 2 രാജ്യങ്ങളെയും കണക്ട് ചെയ്യുന്ന പാലമാണ്. സുരക്ഷാ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുൻകരുതൽ എന്നുള്ള രീതിയിൽ താൽക്കാലികമായി അടച്ചത്. ഇതിലൂടെ വാഹനങ്ങൾ കടത്തിവിടുന്നില്ല എന്നുള്ളതടക്കമുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് വന്നുകൊണ്ടിരുന്നത്. എന്തായാലും 18 ഡ്രോണുകളാണ് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് സൗദി അറേബ്യയിൽ ഇന്റർസെപ്റ്റ് ചെയ്തതെന്ന് സൗദി പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നതും ഇന്ന് പ്രധാനപ്പെട്ട വാർത്തകളാണ്. GCC രാജ്യങ്ങളിൽ ഉടനീളം ഇറാനിയൻ മിസൈൽ ആക്രമണം നടക്കുന്നുണ്ട്. എന്തായാലും വളരെ ഗൗരവമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെയാണ് പശ്ചിമേഷ്യൻ സംഘർഷം ഇപ്പോൾ കടന്നു പോകുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ അന്ത്യശാസന കാലാവധി, സമയപരിധി നാളെ വെളുപ്പിനെ അവസാനിക്കാനിരിക്കെ എന്ത് തരത്തിലുള്ള മാറ്റങ്ങളാണ് മേഖലയിൽ ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് ആശങ്കയോടെ ജനങ്ങൾ ഉറ്റുനോക്കുന്നത്.